ഇനി നിങ്ങൾ ആ പാപം ചെയ്യരുത് മക്കളെ. ഇനി നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത് മക്കളെ. 3 മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം, 6 മാസം കഴിഞ്ഞാൽ പബ്ലിക് എക്സാം. പഠിക്കാനുള്ള സമയം വളരെ കുറച്ച് മാത്രം, പഠിക്കാനുള്ള പാഠങ്ങളോ വലുതാണ്. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമും അതിനുശേഷം നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ ലെവലും എല്ലാം വേറെ ലെവലായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഈ നിമിഷം മുതൽ 2 കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. വിജയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് നിങ്ങളായിരിക്കും. ക്ലാസ് ടോപ്പർ ആവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളായിരിക്കും. പക്ഷേ ഓണം പരീക്ഷയും കഴിഞ്ഞു, ആൻസർ പേപ്പറും കിട്ടി, പാരന്റ്സ് മീറ്റിംഗ് സ്കൂൾ നടക്കാൻ പോകുന്നു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ റിഗ്രറ്റ് ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടി ഉഷാറായി പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് പഠിച്ചിരുന്നെങ്കിൽ, മികച്ച രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ക്ലാസ്സിൽ ടോപ്പ് 10 ഞാൻ എത്തിയേനെ, പാരന്റ്സിന് മുന്നിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റിയേനെ, പാരന്റ്സ് എന്നെ കുറിച്ച് ആലോചിച്ച് പ്രൗഡ് ആയേനെ. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്ന എക്സാം ക്രിസ്മസ് എക്സാം ആണ്. ആ ക്രിസ്മസ് എക്സാമിന് മികച്ച മാർക്ക് നേടാനും ഈ ഓണം എക്സാമിന് നിങ്ങളെ കളിയാക്കിയവരുടെ മുമ്പിൽ, നിങ്ങളെ പരിഹസിച്ചതിന് മുമ്പിൽ, നിങ്ങളെ പുച്ഛിച്ചതിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിന്ന് ഏറ്റവും മികച്ച ഒരാളാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് എ മൈൻഡ് സെറ്റ്, സെറ്റ് എ ഗോൾ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താവണം? ക്രിസ്മസ് എക്സാമിന് ഞാൻ പഠിക്കും. ഇപ്പോൾ പാരന്റ്സ് മീറ്റിംഗിന് ടീച്ചേഴ്സ് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പാരന്റ്സ് മീറ്റിംഗിന് എന്നെ കുറിച്ചുള്ള കുറ്റം പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പാരന്റ്സ് മീറ്റിംഗിന് എന്നെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി കുറിക്കാൻ ഞാൻ വരുന്നു. ക്രിസ്മസ് എക്സാമിന് ഞാൻ നേടും ക്ലാസ്സിലെ ഏറ്റവും മികച്ച മാർക്ക്. ക്രിസ്മസ് എക്സാമിന് ഞാൻ നേടും ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് മാർക്ക്. ക്രിസ്മസ് എക്സാമിന് ഞാൻ ആകും ക്ലാസ്സിലെ ടോപ്പർ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ചിന്ത ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി കഷ്ടപ്പെടുക എന്നുള്ളതാണ്, അതിനുവേണ്ടി എഫേർട്ട് ഇടുക എന്നുള്ളതാണ്, അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കണം മക്കളെ, പഠിക്കാൻ തുടങ്ങിക്കോ, പഠിച്ചു തുടങ്ങിക്കോ. 3 മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം, 6 മാസം കഴിഞ്ഞാൽ പബ്ലിക് എക്സാം. ഇതിനിടയിൽ നിങ്ങളുടെ സ്കൂളിൽ ആർട്സ്, സ്പോർട്സ്, ശാസ്ത്രമേള, ടൂറ്, അങ്ങനെ പലതും നടക്കും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നഷ്ടപ്പെടും. പഠിക്കാനുള്ള സമയം വളരെ കുറച്ച് മാത്രം, പഠിക്കാനുള്ള പാഠങ്ങളോ വലുതാണ്. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പുതിയ ക്വസ്റ്റ്യൻ മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമും അതിനുശേഷം നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ ലെവലും എല്ലാം വേറെ ലെവലായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും തളരില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് കിളി പോവില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും തോറ്റ് പിന്നോട്ടേക്ക് പോവില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഈ നിമിഷം മുതൽ 2 കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഒന്നാമത്തത് നിങ്ങളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. എന്താണ് ആ മൈൻഡ് സെറ്റ്? ഞാൻ പഠിക്കും, ഞാൻ കഷ്ടപ്പെടും, ഞാൻ എഫേർട്ട് ഇടും എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് ക്രിയേറ്റ് എ ഗോൾ. നിങ്ങളുടെ ഗോൾ എന്താവണം? ഞാൻ ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ നേടും, ക്ലാസ്സിലെ ടോപ്പർ ആകും, പബ്ലിക് എക്സാമിന് ഫുൾ A+ നേടും, ക്ലാസ്സിലെ ടോപ്പർ ആകും. ആ ഒരു ഗോളും സെറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, അതിനുവേണ്ടി എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമും അതിനുശേഷം വരാൻ പോകുന്ന പബ്ലിക് എക്സാമും വിജയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളായിരിക്കും. ക്ലാസ് ടോപ്പർ ആവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളായിരിക്കും. പക്ഷേ നിങ്ങൾ ഇനിയും പഠിക്കാതിരിക്കുകയാണ്, നിങ്ങൾ ഇനിയും കഷ്ടപ്പെടാതിരിക്കുകയാണ്, നിങ്ങൾ ഇനിയും എഫേർട്ട് ഇടാതിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ചെയ്ത പോലെ തന്നെ എക്സാമിന് തലേന്ന് 3 മണിക്കൂർ ലൈവ് കാണുന്നു, എക്സാമിന് തലേന്ന് ടെക്സ്റ്റ് ബുക്ക് മറച്ചു നോക്കുന്നു. നടക്കില്ല മക്കളെ. അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇനിയുള്ള 3 മാസം ക്രിസ്മസ് എക്സാമിന് വേണ്ടിയും അവിടുന്ന് അങ്ങോട്ടേക്കുള്ള 3 മാസം പബ്ലിക് എക്സാമിന് വേണ്ടിയും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി, കൃത്യമായ അച്ചടക്കത്തോടു കൂടി, കൃത്യമായ എഫേർട്ടോടു കൂടി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ 2 എക്സാമും നിങ്ങളുടേതാക്കി മാറ്റാൻ പറ്റൂ. അല്ലാതെ എക്സാമിന് തലേന്നുള്ള 3 മണിക്കൂർ ലൈവ് കണ്ടതുകൊണ്ടോ, എക്സാമിന്റെ തലേന്ന് മാത്രം പഠിച്ചുകൊണ്ടോ ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്, യു ഹാവ് ടു വർക്ക് സ്മാർട്ട്, യു ഹാവ് ടു വർക്ക്. നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ കഷ്ടപ്പെടണം, നിങ്ങൾ എഫേർട്ട് ഇടണം. അങ്ങനെ എഫേർട്ട് ഇടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പണിയെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് മെസ്സേജ് അയച്ചോ. അല്ലെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ലിങ്ക് പിന്നീട് വെച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മക്കളെ ഡെഫിനറ്റ് ആയിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താണ്. ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് എല്ലാത്തിനും കട്ടക്ക് നിന്ന് ആ പാരൻസ് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്ന്, നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തന്ന് ആ പാരൻസിന് നിങ്ങളുടെ എക്സാമിന്റെ മാർക്ക് കണ്ടപ്പോൾ ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണൊന്ന് കലങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ കഷ്ടപ്പെടാത്തതുകൊണ്ട്, നിങ്ങൾ എഫേർട്ട് ഇടാത്തതുകൊണ്ട്, എക്സാമിന്റെ തലേന്ന് മാത്രം പഠിച്ചുകൊണ്ട്
കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന നിങ്ങളുടെ പാരൻസ്, അവരുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്, കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിന് ഉത്തരവാദികൾ നിങ്ങളാണ്. ഇനി നിങ്ങൾ ആ പാപം ചെയ്യരുത് മക്കളെ. ഇനി നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത് മകളെ. ഇനി നിങ്ങൾ ആ ഒരു പാപം, തെറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ കണ്ണിൽ നിന്നുള്ള ഒരു കണ്ണുനീർ തുള്ളി ഇനി നിങ്ങൾ കാരണം പുറത്തേക്ക് വരരുത്. പഠിക്കടാ, എഫേർട്ട് ഇടടാ, കഷ്ടപ്പെടടാ. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ, നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. ഒന്നും ചെയ്യാതെ എക്സാമിൻ്റെ തലേന്നത്തെ ലൈവ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ എജ്യൂപോർട്ട് റെഡിയാണ്. എജ്യൂപോർട്ടിന് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് റെഡിയാണ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ nafi.ejuporт എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്തോ. എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി തരും. പഠിക്കാൻ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജിയും ഈ ഒരു മസിലിൻ്റെ ഇമോജിയും ഇടുക. കാര്യങ്ങൾ സെറ്റാക്കുക, ഉഷാറാക്കുക. എല്ലാം പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഓൾ ദ ബെസ്റ്റ്.